ഞാൻ തകരാത്തത് നിൻ കൃപയാലത്രേ, ഞാൻ ഉലയാത്തത് നിൻ ദയയാലത്രേ, ഞാൻ തകരാത്തത് നിൻ കൃപയാലത്രേ, ഞാൻ ഉലയാത്തത് നിൻ ദയയാലത്രേ. എന്നുറവിടമാവും മറവിടമേ, ചിറകടിയേനിക്കഭയം. എന്നുറവിടമാകും മറവിടമേ, നിൻ ചിറകടിയേനിക്കഭയം. ഇന്നത്തെ വോയിസ് ഓഫ് ലവിൽ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത് സങ്കീർത്തനം 10-ാം സങ്കീർത്തനത്തിലെ ഒരു വചനമാണ്. അതിൻ്റെ 17-ാമത്തെ വാക്യം 18-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഭൂമിയിൽ നിന്നുള്ള മർത്യൻ ഇനി ഭയപ്പെടുത്താതിരിക്കുവാൻ നീ അനാഥനും പീഡിതനും ന്യായപാലനം ചെയ്യേണ്ടതിന് യഹോവേ, നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു. അവളുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവി ചായ്ച്ച് കേൾക്കുകയും ചെയ്യുന്നു. ആമേൻ. അവിടെ ഒരു വചനം എടുത്തു പറയാണ്, ഭൂമിയിലുള്ള മനുഷ്യൻ ഇനി നിന്നെ ഭയപ്പെടുത്താതിരിക്കേണ്ടത്. ആരൊക്കെയോ ഒത്തിരി ഭയപ്പെടുത്തുന്നില്ലേ, പേടിപ്പിക്കുന്നില്ലേ, അത് ചെയ്യും ഇത് ചെയ്യും നശിപ്പിച്ച് കളയുന്നൊക്കെ. നിന്നെ ആരും ഇനി ഭയപ്പെടുത്താതിരിക്കേണ്ടത്. അവൻ അനാഥനും പീഡിതനും ന്യായപാലകനാണ്. സ്തോത്രം. ദൈവം നിന്റെ ന്യായപാലകനായി, നിന്റെ കാര്യങ്ങളെ പരിഹരിക്കുന്നവനായി നിൽക്കുമ്പോൾ പിന്നെ ആർക്കും നിന്നെ ഭയപ്പെടുത്താൻ കഴിയത്തില്ല. യേശു കർത്താവിനെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ എല്ലാമായി മാറുകയാണ് കേട്ടോ. ആമേൻ. അങ്ങനെ നിങ്ങളെ ആരും നിങ്ങളെ തകർക്കാനോ ഭയപ്പെടുത്താനോ നിങ്ങളെ അങ്ങനെ ആക്രമിക്കാനൊന്നും അനുവദിക്കത്തില്ല. ആമേൻ. അങ്ങനെ നിന്നെ ഭയപ്പെടുത്താനൊന്നും പറ്റത്തില്ല. സ്തോത്രം. കാരണം ദൈവം നിനക്ക് ന്യായപാലകനാണ്. സ്തോത്രം. എന്നിട്ട് അതിൻ്റെ താഴേക്ക് വാക്ക് പറയുന്നു, നിന്റെ അപേക്ഷ അവൻ കേട്ടിരിക്കുന്നു, നിന്റെ ഹൃദയത്തെ അവൻ ഉറപ്പിക്കുന്നു. അമ്മേ, നിന്റെ യാചനകൾക്ക് അവൻ ചെവി ചായ്ച്ചിരിക്കുന്നു. ഓ, എത്ര നമ്മുടെ കർത്താവ് എത്ര വലിയ കാര്യമാണ് ചെയ്യുന്നത്. പ്രാർത്ഥന കേൾക്കുന്നു, നിന്റെ ഹൃദയത്തെ ഉറപ്പിക്കുന്നു. ആമേൻ. നിന്റെ പ്രാർത്ഥന മുഴുവൻ കേൾക്കാൻ യേശു ഇങ്ങനെ ചെവി ഇങ്ങനെ ചായ്ച്ചിരിക്കുന്നു. ആമേൻ. കഴിഞ്ഞ നാളുകളിലൊക്കെ നിന്റെ പ്രാർത്ഥനകൾ പലതും നടന്നില്ലെന്നൊരു പരാതി നിനക്കുണ്ടാകാം. പക്ഷെ ഈ ദിനങ്ങൾ അതുണ്ടാകത്തില്ല. പെട്ടെന്ന് നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് മറുപടി വരാൻ പോവാണ്. കർത്താവ് നിന്നെ ഭയപ്പെടുത്തുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ ഇനി നീ ഭയപ്പെടത്തില്ല. ഒരു സൈന്യം നിന്റെ നേരെ പാളയമിറങ്ങിയാലും ഭയപ്പെടാതെ നിർഭയം വസിക്കുന്ന നിലയിൽ ദൈവത്തിൻ്റെ വലിയ ധൈര്യം ദൈവത്തിൻ്റെ മേൽ അയക്കും. ഇന്നത്തെ ദിവസം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഇന്ന് രാവിലെ കാലം അങ്ങ് ഞങ്ങളോട് സംസാരിച്ച് അങ്ങയുടെ വചനത്തിനായി സ്തോത്രം ചെയ്യും. നീ അനാഥനും പീഡിതനും ന്യായപാലകനാകുന്നു. ആരും ഞങ്ങളെ ഭയപ്പെടുത്താതിരിക്കേണ്ടതിന് ഞങ്ങളുടെ ന്യായപാലനം ചെയ്ത് ഞങ്ങളെ സംരക്ഷിക്കുന്ന അങ്ങയുടെ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു പിതാവേ. യേശുവേ, നീ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കുന്നു. നീ അങ്ങയുടെ ചെവിയെ ചായ്ച്ച് കർത്താവെ ഞങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തി കർത്താവെ ഒന്നിനും ഭയപ്പെടാത്ത ഒരു അളവിലേക്ക് ഞങ്ങളെ വളർത്തുന്ന അങ്ങയുടെ കൃപയ്ക്കായി നന്ദി പറയുന്ന പിതാവെ. ഇന്ന് പൽക്കാലം സകലരും കർത്താവ് നിർഭയമായി കർത്താവ് ധൈര്യത്തോടെ ഇരിപ്പാൻ കർത്താവെ അങ്ങ് ഞങ്ങളോട് കൂടി ഇരിക്കുന്നതിന് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഈ വചനത്തെ നിങ്ങൾ കൺഫസ് ചെയ്യണം കേട്ടോ. കർത്താവ് എൻ്റെ ന്യായപാലകനാണ്. യേശു എൻ്റെ വിഷയങ്ങൾക്ക് ന്യായപാലകനാണ്. ഞാൻ ഭയപ്പെടുകയില്ല, എന്നെ ഭയപ്പെടുത്താൻ പറ്റത്തുമില്ല. സ്തോത്രം. എൻ്റെ പ്രാർത്ഥന അവൻ കേട്ടിരിക്കുന്നു, ഞാൻ ഉറച്ചിരിക്കുന്നു. എനിക്കിലേക്ക് ദൈവം ചെവി ചായ്ച്ചിരിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ഈ മക്കളെ ബ്ലസ് ചെയ്ത് ഇന്നത്തെ ദിവസത്തെ ഇവരുടെ കയ്യിൽ അനുഗ്രഹിച്ചു കൊടുക്കുന്നു. ഇവർ പോകുന്നിടത്തും നിൽക്കുന്നിടത്തും എല്ലാം കഴിഞ്ഞ നാളുകളിലൊക്കെ ഉണ്ടായതിനേക്കാൾ കാര്യങ്ങളെല്ലാം വേഗം നടക്കട്ടെ. അവർ ഒരിടത്തും ലേറ്റ് ആകരുത്. അവരുടെ ലൈഫിലൊരു സ്പീഡ് കർത്താവ് ഇന്ന് പാൽ കൊടുക്കണമേ.
കാര്യം ക്ഷണത്തിലല്ലോ നടന്നത് എന്ന് പറയുന്ന നിലയിൽ കർത്താവ് ഇന്ന് അവരുടെ എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കണം. ജയത്തോടെ അവർ യാത്ര ചെയ്യട്ടെ, അനുഗ്രഹത്തോടെ അവർ പുറപ്പെടട്ടെ. ഇന്നത്തെ ദിവസത്തെ ഒരിക്കൽ കൂടി ഞങ്ങൾ അനുഗ്രഹിച്ച് അവർക്ക് നൽകുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. സന്തോഷത്തോടെ ധൈര്യത്തോടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചിലവഴിക്കാം. കർത്താവ് കൂടെയുണ്ട്. ഈ വചനത്തെ നിങ്ങൾ കൺഫസ് ചെയ്യുക. സ്തോത്രം. പ്രാർത്ഥനയിൽ മുമ്പോട്ട് പോവുക.